വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പേരിൽ സ്ഥാപിതമായ കുടുംബം, വിവാഹം എന്നിവയെ സംബന്ധിക്കുന്ന കത്തോലിക്ക സഭയുടെ പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ പൊന്തിഫിക്കൽ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്രാൻഡ് ചാൻസലറായി റോമൻ രൂപതയുടെ പാപ്പയുടെ വികാരി ജനറാളും പൊന്തിഫിക്കൽ ലാട്രൻ സർവകലാശാലയുടെ ചാൻസലറുമായ കർദിനാൾ ബാൽദസാരെ റെയ്നയെ ലിയോ 14 പാപ്പ നിയമിച്ചു. ഇത് സംബന്ധിച്ച അറിയിപ്പ് മെയ് മാസം 19 തീയതിയാണ് പരിശുദ്ധ സിംഹാസനം അറിയിച്ചത്. അതേസമയം 2025 ജൂൺ 27 ഫ്രാൻസിലെ പരായിലെ മോണിയൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് യേശുവിന്റെ തിരുഹൃദയ ദർശനം ലഭിച്ചതിന്റെ 350 വാർഷികത്തിന്റെ സമാപന ആഘോഷങ്ങളിൽ തന്റെ പ്രത്യേക പ്രതിനിധിയായി അജാക്സിയോ രൂപതയുടെ മെത്രാൻ ഫ്രാങ്ക്സ്വേ സവിയെ ബുത്തിസ്തെല്ലയോയെയും പരിശുദ്ധ പിതാവ് മെയ് മാസം 19 തീയതി നിയമിച്ചു. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് യേശുവിന്റെ തിരുഹൃദയ ദർശനം ലഭിച്ചതിന്റെ 350 വാർഷികത്തോടനുബന്ധിച്ചാണ് ഫ്രാൻസിസ് പാപ്പ ഡിലക്സിഗ്നോസ് എന്ന തന്റെ അവസാന ചാക്രിക ലേഖനം രചിച്ചത്. 1673 ഡിസംബർ 27 1675 ജൂൺ 18 ഇടയിൽ ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന് കാരണമായത്. ഈ തിരുഹൃദയ ഭക്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണമെന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു. 2023 ആദ്യ ദർശനത്തിന്റെ 350 വാർഷികം ആഘോഷിക്കപ്പെട്ടത്. ഇതേ തുടർന്ന് ഈ ഭക്തിയുടെ പ്രചാരം ലോകത്തിലെങ്ങും കൂടുതൽ തീഷ്ണതയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരു രേഖ പ്രസിദ്ധീകരിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ആലോചിക്കുകയും മുൻകാലത്തിലെ പഠനരേഖകളുടെയും തിരുവചന ഭാഗങ്ങളുടെയും ചിത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ താൻ പുതിയൊരു രേഖ തയ്യാറാക്കുന്നുവെന്ന സന്തോഷകരമായ വാർത്ത 2024 ജൂൺ മാസം ഇത് സംബന്ധിച്ച വിവരങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തു. ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്ത് അർത്ഥവത്തായ സന്ദേശം നൽകുവാൻ തിരുഹൃദയഭക്തി സഹായകരമാകുമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പായി ചാക്രിക ലേഖനത്തിന് രൂപം നൽകിയത്. 2024 ഒക്ടോബർ മാസം 24 തീയതിയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഈ 4ാമത്തെ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്.